ഞാൻ നിൽക്കുന്നത് മഞ്ഞിനിക്കരയിലാണ്. മഞ്ഞിനിക്കര ദേവാലയത്തിലാണ്. ബാബായുടെ തിരുസന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വേറൊന്നുമല്ല, നമ്മളെപ്പോലുള്ള പിള്ളേർക്കാണെങ്കിൽ വന്ന് ബൈക്കിലാണെങ്കിൽ വന്ന് പോകാം. വല്യമ്മമാരും വല്യപ്പച്ചന്മാരും വർഷങ്ങളായി ഈ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുകയാണ്. ദയവായി കൊച്ചുമക്കളും അതാര് കണ്ടാലും ഈ വീഡിയോ അവരെന്ന് കാണിക്കേണ്ടതാണ്. അവർക്ക് വളരെ സന്തോഷമേറും. അപ്പോൾ നമുക്ക് വല്യമ്മമാരെയും വല്യപ്പച്ചന്മാരെയും ഈ വീഡിയോ എല്ലാം കാണിക്കണം. പള്ളിയുടെ അകമെല്ലാം നമുക്ക് കാണിക്കണം. കൊച്ചുമക്കളും എല്ലാവരും ഈ വീഡിയോ അവരെ കാണിക്കേണ്ടതാണ്. അങ്ങനെ നമുക്ക് പള്ളിയിലോട്ട് കയറാം. പള്ളിയുടെ ഉൾവശത്തോടേക്ക് നമുക്ക് കയറാം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. എനിക്ക് ഈ നിമിഷം വളരെ സന്തോഷം. ഇങ്ങനൊരു വീഡിയോ പെട്ടെന്ന് ചെയ്യാനും എനിക്ക് വളരെ സന്തോഷം. പള്ളിയിലോട്ട് കയറാം. ആദ്യം നമുക്ക് ഈ പള്ളിയിലെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് പള്ളിയിലോട്ട് അകത്തോട്ട് കയറാം. ഞാൻ കാണിക്കാം. ഈ രണ്ട് പള്ളിയും കാണിക്കാം ചേർന്നിരിക്കുന്നത്. അത് നമുക്കെല്ലാം നല്ല സന്തോഷമാണ്. ഈ വലിയ തിരക്കില്ല, ഒന്നുമില്ല. മനസ്സിന് നല്ല ആശ്വാസം പകരും. ബാബായുടെ ഈ കാൽ പാദത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം. എനിക്ക് പറയാൻ പറ്റുന്നില്ല, അപ്പോൾ നമുക്ക് സന്തോഷം. നമുക്ക് ദേവാലയത്തിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ പാവങ്ങൾ എല്ലാം നമ്മുടെ ബാബയ്ക്ക് മുമ്പിൽ കഴുകി നീക്കിക്കളയാം. ഈ ദേവാലയത്തിനുള്ളിൽ കയറിയ പിന്നെ നമ്മൾ പുതിയൊരു മനുഷ്യനായിട്ട് നമ്മൾ ഇറങ്ങി വരത്തും. അതെനിക്ക് അനുഭവപ്പെട്ടാണ്. പിന്നെ ഈ വീഡിയോ എൻ്റെ അമ്മമാരും അമ്മച്ചിമാരും അപ്പച്ചന്മാരും എല്ലാം കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വേറെ നല്ല കോവിഡ് മൂലം അവർക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ലാത്തവർക്കാണെങ്കിലും വണ്ടി എടുത്തുകൊണ്ടാണെങ്കിലും വരാമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ കൊച്ചുമക്കൾ എല്ലാം ഈ വീഡിയോ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും എല്ലാം കാണിക്കേണ്ടതാണ്. അതായത് വീടിന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളവരില്ലേ, അവരെ ഇതൊന്ന് വീഡിയോ കാണിക്കേണ്ടതാണ്. അവർ കാണുമ്പം അവരുടെ സന്തോഷം വേറെ തന്നെ ആയിരിക്കും. ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ലൊരു നാളേക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക.